പാലാഴി തീർക്കുന്ന 14-ാം രാവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സംഗീത പ്രേമികൾക്കും സ്വാഗതം. 14-ാം രാവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. Our first permanent judge Sri Faisal Elatal, our second permanent judge Srimati Rahana, and our third permanent judge Sri Shan Rahman. 14-ാം രാവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി പാടാനെത്തുന്നു ഫാത്തിമ ഫിദ ഇൻ ഇശൽ പൊലിമ റൗണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ ഫാത്തിമ ഫിദ, കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരോടിൽ നിന്ന് വരുന്നു. എനിക്ക് 13 വയസ്സായി. CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഇക്കാക്കയുടെയും പ്രോത്സാഹനമാണ് എന്റെ ധൈര്യം. കണ്ണൂർ ഷൈജു മാസ്റ്റർ കീഴിൽ 3 വർഷമായി ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊരു പാട്ടുകാരി ആകുന്നതിനോടൊപ്പം തന്നെ ഒരു നല്ല ഡോക്ടർ ആകാനാണ് എന്റെ ആഗ്രഹം. ഇശൽ പൊലിമ റൗണ്ടിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഫാത്തിമ ഫിദ ഒരുങ്ങിക്കഴിഞ്ഞു. കേൾക്കൂ, ആസ്വദിക്കൂ. കൂടി
ഫിദ, ഇശൽ പൊലിമ റൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലാതെ പാടിയും തോന്നുന്നു. ഈ പാട്ടിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞാലോ? ഫൈസൽ സാറിനോട് ചോദിക്കാം അല്ലേ? ഫൈസൽ സാർ. ഈ പാട്ട് ആരാണ് മോളെ പാടിയത് എന്ന് ഓർമ്മയുണ്ടോ? ആരാണ്? ഫസീലത്ത. അത് എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം നമ്മൾ ആ പാട്ടിനെ അന്വേഷിച്ച് പോകുമ്പോൾ ആരാണെന്ന് പലരും ഫസീലത്ത പാടി അല്ലാത്ത ആളുകളൊക്കെ ഇത് പാടാറുണ്ട്. വി എം കുട്ടി, വിളയിൽ വത്സല എന്നൊരു ടീം കേരളത്തിൽ മാപ്പിളപ്പാട്ട് രംഗത്ത് ശ്രദ്ധേയമായ ഒരു കാലഘട്ടം. നമ്മളെ ജോയേട്ടനൊക്കെ ആ ടീമിലൊരു അംഗമാണ്, ആ ഓർക്കസ്ട്രയിലെ ആ കാലത്തെ. ആ ടീമിൽ നിന്ന് വന്ന മനോഹരമായ ഗാനങ്ങളിൽ ഒന്നാണിത്. വിളയിൽ വത്സല, പിന്നീട് വെളിയിൽ ഫസീലയായി ഈ പാട്ടുരംഗത്ത് അവരെ ശരിക്കും ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയത് കുട്ടിമാഷാണ്. വി എം കുട്ടിമാഷ് പാട്ടുകാരനാണ്, അതിലപ്പുറം അദ്ദേഹം ഈ രംഗത്തെ കുലപതിയാണ്. അദ്ദേഹത്തിന്റെ രചനയാണ് ഹജ്ജിന്റെ രാവിൽ ഞാൻ കഴപ്പം കിനാവ് കണ്ട്. ചരിത്രത്തിലെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അറേബ്യയുടെ, മക്കയുടെ, മദീനയുടെ, സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. സ്വർഗത്തിൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന അതിർപ്പങ്ങൾ എന്തൊക്കെയാണ്? അതിർപ്പങ്ങൾ എന്നാണ് പറയാതെ, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സ്വപ്നം കാണലാണ് ഈ പാട്ട്. ഫിദ, ജഡ്ജ്മെന്റ് കേൾക്കണ്ടേ? ആരും തുടങ്ങണം? റഹന മാം. ഫിദക്കുട്ടി, കേൾക്കാനൊരു സുഖവും കാണാനും മൊത്തം മോൾക്കൊരു ആക്ഷൻ ഉണ്ട് തുടങ്ങി അവസാനിക്കുന്നവരെ. ജസ്റ്റ് ഒരു മോളൊരു പല്ലവി ഒന്ന് പാടോ? ഹജ്ജിന്റെ രാവിൽ ഞാൻ കവം കിനാവ് കണ്ട്, ഷജറത്ത് പൂത്ത് സുബർഗത്തിൻ വാതിൽ കണ്ട്, ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. ഒരു അരുമ എന്നൊക്കെ പറയും നമ്മള്. അങ്ങനെ മോള ചില വാക്കുകളൊക്കെ അതിൽ പറയുമ്പോഴേ, ജന്നാത്തിൽ അവിടേക്ക് പോവാൻ എനിക്ക് ദാഹം എന്നൊക്കെ പറഞ്ഞൊരു ഒരു നല്ലൊരു കാണാനും നമുക്കൊരു അതൊരു നല്ല ഭംഗിയാ. പിന്നെ പാടുന്നതും. അപ്പം എത്രയിലാ മോള് പഠിക്കുന്നത്? എയ്ത്തില്. അപ്പൊ ഇനിയുണ്ട് ഒരുപാട്, നമുക്ക് സമയമുണ്ട്. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നമുക്ക് നല്ലൊരു പാട്ടുകാരി ആവണ്ടേ അല്ലേ? അപ്പൊ നല്ല പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു മാം. ഫൈസൽ സർ നന്നായിട്ട് പാടിയുണ്ട്. എനിക്ക് ചില സ്ഥലത്തൊക്കെ മോളുടെ ഒരു സ്റ്റൈല് വളരെ ഇഷ്ടമായി. അപ്പോൾ ഒന്നാമത് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം എന്ന് പറഞ്ഞിട്ട് പിന്നീട് സ്വർണ്ണ കിളികൾ, ആ ഒരു പ്രയോഗം ഉണ്ട്. ആ പാടുമ്പോൾ